ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അരേലിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും പ്രൂണിങ്ങും എങ്ങനെയൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഈ അരേലിയ പ്ലാന്റ്സ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ വീട്ടിലും ഇതിൻ്റെ ഓരോ ചെടിയെങ്കിലും നമ്മുടെ എല്ലാ വീട്ടിലും കാണാവുന്നതാണ്. അരേലിയ പ്ലാന്റ്സ് വിവിധ തരത്തിലുണ്ട്. എൻ്റെ കയ്യിലുള്ള അരേലിയ പ്ലാന്റ്സ് ഈ കാണുന്ന നിറത്തിലും, അതായത് പച്ച നിറത്തിലും ചെറിയ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്ന പ്ലാന്റാണ്. ഈ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന പ്ലാന്റ് തന്നെ നമ്മൾ വെയിലത്ത് നിന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞ നിറം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുകയില്ല. അത് പിന്നീട് പച്ച നിറത്തിലേക്ക് മാറും. അതുകൊണ്ട് അരേലിയ പ്ലാന്റ്സിന് ആവശ്യമായ വെളിച്ചം കൊടുത്താൽ മാത്രമേ മഞ്ഞ നിറം നിലനിൽക്കുകയുള്ളൂ. അതുപോലെ ഈ പ്ലാന്റിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ വെച്ചാണ് പുതിയ പ്ലാന്റ് പിടിപ്പിക്കുന്നത്. ഞാൻ ഒരു ചെടി മേടിച്ച് നട്ടതാണ്. പിന്നീട് ഒരു 3-4 ചട്ടികളിലേക്ക് എനിക്ക് കൃത്യമായിട്ട് നട്ട് പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഇവയെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതും കൃത്യമായ ഇടവേളകളിൽ പ്രൂൺ ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഈ ചെടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉണങ്ങിപ്പോകുന്നത് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ചെടി നമ്മുടെ ചെടിച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞ് അതിനാവശ്യമായ ജലാംശവും പിന്നെ വളവും ഒന്നും കിട്ടാതെ വരുമ്പോൾ ഈ ചെടി ഉണങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ റീപോട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായ പോട്ടിംഗ് മിക്സ്, ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലാം കൂടെ ഇട്ട്, എല്ലുപൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സ് ചെടിച്ചട്ടിയിലേക്ക് സ്പേസ് ഉള്ളതനുസരിച്ച് ഇട്ട് കൊടുത്ത് വളപ്രയോഗവും നടത്തിയാൽ ചെടി ഉണങ്ങിപ്പോകാതെ നമുക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് കഴിയും. നന്നായിട്ട് നമ്മൾ ചെടിച്ചട്ടിയുടെ വലിപ്പം കൊടുക്കുന്നതനുസരിച്ച് ഈ ചെടി വളർത്തി കൊണ്ടുവരാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർ ധാരാളം രൂപങ്ങളിൽ ഇതിനെ വെട്ടി പരിപാലിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. അവരെല്ലാം അതിനെ നല്ല നല്ല ഷേപ്പുകളിൽ വെട്ടി നമ്മുടെ ഗാർഡനെ മനോഹരമായിട്ട് അലങ്കരിച്ച് നിർത്താൻ ഈ അരേലിയ പ്ലാന്റ്സ് കൊണ്ട് കഴിയുന്നതാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ അരേലിയ പ്ലാന്റ്സിൻ്റെ കട്ടിങ് ഉപയോഗിച്ച് നിങ്ങളുടെ ഗാർഡനെയും മനോഹരമാക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് അരേലിയ പ്ലാന്റ്സ്. ഒരുപാട് വലിയ വിലയൊന്നും കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇത് ലഭ്യമാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് ചെറിയ ചെറിയ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ചാലും നമുക്ക് ഈ അരേലിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും. ചിലപ്പോൾ നമ്മൾ 3-4 കൊമ്പ് നടുമ്പോൾ ഒരു കൊമ്പായിരിക്കും പിടിക്കുന്നത്. എന്നാലും നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഈ അരേലിയ പ്ലാന്റ്സ്. അരേലിയ പ്ലാന്റ്സ് ഇല്ലാത്ത എല്ലാവരും ഒരു ചട്ടിയിലേക്കെങ്കിലും അതിനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് നമ്മുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഈ അരേലിയ പ്ലാന്റ്സിന് കഴിയും. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ കൂട്ടുകാർ മറന്നു പോകരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.